ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിനൊരു വാഞ്ച, ഒരു 5 ദിവസം കൂടി നീട്ടി കിട്ടിയിരുന്നുവെങ്കിൽ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അന്നും ഇന്നും എന്നും ഒരു മാറ്റമില്ലാത്ത യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബ്രദർ തോമസ് പോൾ ആൻഡ് ടീം, our dear Reverend Mother, dear counselors, dear sisters and all my little sisters, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. What I know is like a drop, and what I do not know is like an ocean. ഇതായിരുന്നു ഞങ്ങൾക്ക് ജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധ്യം. ഞങ്ങളുടെ ഈ അജ്ഞതയെ ഒറിജിനൽ വിസ്ഡം കൊണ്ട് നിറയ്ക്കുവാൻ ഈ നല്ലൊരു അവസരം ഒരുക്കി തന്ന നമ്മുടെ തമ്പുരാന് ഞാൻ ആദ്യം 1000 നന്ദി അർപ്പിക്കുകയാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 32-ൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ എന്ന യേശുവിൻ്റെ വാക്ക് സ്വായത്തമാക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് നമുക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ അടുത്തിരിക്കുവാനായി നമ്മെ പരിശീലിപ്പിച്ചും ജ്ഞാനസ്നാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ അക്ഷയനിധിയായ ജ്ഞാനം തുറക്കാൻ പഠിപ്പിക്കുകയും അതിൽ ഒളിഞ്ഞുകിടക്കുന്ന നിഗൂഢ മഹത്വത്തെയും കുറിച്ച് വചനം മുറിച്ച് നമുക്ക് പങ്കുവയ്ക്കുകയും ഈശോയോടൊപ്പം ആയിരുന്നുകൊണ്ട് ആ ജ്ഞാനം സ്വന്തമാക്കാനായി ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുവാനായി ഇടിയപ്പത്തിൻ്റെ ഫോർമേഷൻ വിവരിച്ചുകൊണ്ട് യേശുവിലൂടെ നമുക്ക് കിട്ടിയ ജ്ഞാനം, നീതി, വിശുദ്ധീകരണം, പരിത്രാണം എന്നീ നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി. എല്ലാ ദിവസവും പ്രഭാതത്തിൽ മണവാളൻ മണവാട്ടി ബന്ധത്തിലൂടെ ദൈവാത്മാവ് മനുഷ്യാത്മാവുമായി ലയിക്കുന്ന അസുലഭ നിമിഷം. ഇതാണ് ദൈവരാജ്യം. മനുഷ്യജീവിതമാകുന്ന പാത്രത്തിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നിറച്ച് വചനമാകുന്ന വിളക്ക് തെളിച്ച് ലോകത്തിന് പ്രകാശമായി മാറുക എന്ന സന്ദേശം 10 കന്യകമാരുടെ ഉപമയിലൂടെ നമുക്ക് നൽകിയുണ്ടായി. തെറ്റു ചെയ്താൽ ശിക്ഷ, ഇതാണ് നീതി. എന്നാൽ തെറ്റു ചെയ്യുന്നവരെ രക്ഷിക്കുന്നതാണ് ദൈവനീതി. ഒരാൾ എത്ര വലിയ പാപിയാണോ അത്ര കൂടുതൽ തൻ്റെ കരുണ സ്വീകരിക്കുവാൻ അയാൾക്ക് അവകാശമുണ്ടായിരിക്കും എന്ന് കർത്താവ് വിശുദ്ധ ഫൗസ്റ്റിനയോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. സഹനങ്ങളിൽ മൗനം അവലംബിച്ചുകൊണ്ട് യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ സാധിക്കണം. മാതാവിൻ്റെ വീരോചിതമായ വിശ്വാസം നമുക്ക് മാതൃകയാണ്. ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് വിശുദ്ധി. മരണാനന്തര ജീവിതത്തിലുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, വിളിക്കനുസൃതമായി ജീവിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ എന്നിങ്ങനെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നമുക്ക് പങ്കുവച്ച് തരികയായിരുന്നു. ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ ഉദാഹരണങ്ങൾ വഴിയും ചില മോണോ ആക്ടിലൂടെയും കഥാപ്രസംഗ രൂപേണയും ചില ആക്ഷൻസിലൂടെയും ചില സിംബൽസിലൂടെയും ഞങ്ങൾ രൂഢമൂലമാക്കി. ബ്രദറിന് ഞങ്ങൾ ദൈവനാമത്തിലും ഞങ്ങളുടെ റവറൻഡ് മദറിൻ്റെയും കൗൺസിലേഴ്സിൻ്റെയും ഞങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിലും ഹൃദയംഗമായ 1000 നന്ദി അർപ്പിക്കുന്നു. Brother, you are so great with God's wisdom and knowledge. We are so grateful to you. തൻ്റെ അക്ഷീണ പരിശ്രമത്തിലൂടെ കണ്ടെത്തിയ നിധി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായി കാണിക്കുന്ന ബ്രദറിൻ്റെ തീക്ഷ്ണത ഞങ്ങൾക്ക് ഏവർക്കും ഒരു പ്രചോദനമാണ്. ലോകമെങ്ങും ക്രിസ്തുവിൻ്റെ വിശ്വാസം വീണ്ടും പ്രഘോഷിക്കുവാൻ വേണ്ട
ആയുരാരോഗ്യവും അനുഗ്രഹവും ധാരാളമായി ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തന്റെ സ്വീറ്റ് വോയിസിലൂടെ ദൈവവചനം പ്രഘോഷിക്കുന്നതിൽ തീക്ഷ്ണമതിയായ വത്സ ചേച്ചിക്കും ദൈവനാമത്തിൽ ഞങ്ങൾ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. ആദ്യമായി ഈ സോങ് ഷീറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ എനിക്കറിയാവുന്ന വെറും 2 പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലൻസ് എല്ലാം സങ്കീർത്തനങ്ങൾ ബൈബിളിൽ ഉള്ളതുപോലെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാംസ് നമ്മൾ ഇടയ്ക്ക് ടോക്കിന് മുന്നേ അല്ലെങ്കിൽ ശേഷം റിസൈറ്റ് ചെയ്യുവാനായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വചനങ്ങൾ, സങ്കീർത്തനങ്ങൾ താളാത്മകമായി ആലപിച്ചുകൊണ്ട് തപ്പുകൊട്ടി നൃത്തമാടി ഞങ്ങളെ ദൈവാനുഭവത്തിലേക്ക് നയിച്ച മാത്യൂസ് ബ്രദറിനും ഷാജി ബ്രദറിനും ജെസ്സി സഹോദരിക്കും, അതുപോലെ തന്നെ നമ്മളറിയാതെ ഒരു സഹോദരി നമുക്ക് വേണ്ടി നിത്യമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു. അത് ഇന്ന് അറിയുന്നത്. റൂബി സഹോദരിക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും പ്രാർത്ഥനയും ആശംസിക്കുന്നു. സഭാമക്കളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി ഈ ഓണാവധിക്ക് ദൈവാനുഭവമാകുന്ന പാൽപ്പായസവും ദൈവരാജ്യമാകുന്ന ഓണസദ്യയും ഒരുക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ ധന്യമാക്കിയ ഞങ്ങളുടെ സ്നേഹ റവറൻഡ് മദറിനും ഞങ്ങളോടൊപ്പം ധ്യാനനിരതയായിരുന്ന ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് മദർ സിസ്റ്റർ സജിത മീരയ്ക്കും മറ്റെല്ലാ കൗൺസിലേഴ്സിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. സ്വർഗീയ അനുഭൂതിയിൽ ദൈവവചനം ശ്രവിക്കുവാനും ആ സാന്നിധ്യത്തിലായിരിക്കുവാനും ബലിപീഠം നന്നായി അലങ്കരിച്ച് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയ ഞങ്ങളുടെ സ്നേഹ സഹോദരിമാർക്കും ഞങ്ങൾ ഓരോരുത്തരുടെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ആത്മീയമായ ഭക്ഷണത്തോടൊപ്പം ഈ 5 ദിവസവും ശാരീരികമായ ഭക്ഷണം, അതും സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി വിളമ്പി അതോടൊപ്പം ഞങ്ങൾ 70ഓളം പേർക്ക് നിങ്ങളോടൊപ്പം സ്വാദിഷ്ടമായ ഓണസദ്യ ഒരുക്കുന്നതിൽ കാണിച്ച നിങ്ങളുടെ സ്നേഹത്തിനും സഹോദര്യത്തിനും ത്യാഗത്തിനും ഇവിടുത്തെ സുപ്പീരിയർ സിസ്റ്റർ ഭാവന മീരിക്കും ഒപ്പം സഹായിച്ച മറ്റെല്ലാ സ്നേഹ സഹോദരികൾക്കും കിച്ചണിലെ സഹോദരികൾക്കും ഒത്തിരി നന്ദിയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൂപ്പുകൈ. Then, my dear sisters, after 5 days we are going back to our communities, but don't forget that our life is ongoing formation, just like idiyappam, until our death. ഈ ധ്യാനത്തിലൂടെ നാം ആർജിച്ചെടുത്ത കരുത്തും ജ്ഞാനത്തിനായുള്ള ദാഹവും 1-2 ആഴ്ച നീണ്ടു നിൽക്കേണ്ടതല്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിലുടനീളം അതിനായി അക്ഷീണം പ്രയത്നിക്കാം. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പടയാളിയെപ്പോലെ ഒരിക്കലും പറ്റാത്ത എണ്ണ നിറച്ച വിളക്കാവുന്ന ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ഒത്തിരി വെല്ലുവിളികളുടെ മധ്യേ ധീരതയോടെ ജീവിക്കുവാൻ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലും കണ്ടുമുട്ടുന്ന നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കളിലും യേശുവാകുന്ന വചനം പങ്കുവെച്ച് ജീവിക്കാം. പിന്നെ എൻ്റെ ഈ കുഞ്ഞു സഹോദരിമാരോടൊരു വാക്ക്. ബ്രദർ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഭാഗ്യവതികൾ തന്നെയാണ്. കാരണം ഈ തുടക്കത്തിൽ തന്നെ, അതായത് ഈ അസ്പാരൻസി ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു ധ്യാനം കൂടാൻ ഒരവസരം ലഭിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം എങ്ങനെ ബൈബിൾ ബേസിക്കായിട്ട് വായിക്കണം, ജ്ഞാനം എങ്ങനെ ആർജിച്ചെടുക്കാം എന്നിങ്ങനെയുള്ള ഉൾക്കാഴ്ചകൾ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മളിപ്പോൾ പുതിയ സൃഷ്ടികളാണ്, പുതിയ തോൽക്കുടങ്ങളാണ്. ഈ പുതുമയെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, അതിനായി അക്ഷീണം പ്രയത്നിക്കാം. Last but not least, my dear sisters, let us take up our daily cross cheerfully and follow Jesus courageously. May God bless us. Thank you.